ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബോഷ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ അനാലിസിസ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡെമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ, ഫ്രണ്ട് ലോഡാണ്. അപ്പോൾ അത് ആ കാണിക്കുന്ന ഓപ്പണിങ്ങിലാണ് നമ്മളുടെ ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ലിക്വിഡ് ഡിറ്റർജൻറ്റ്, ബോഷിൻ്റെ തന്നെ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കണ്ടീഷണേഴ്സൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ പ്രീ കണ്ടീഷനിങ്ങിന് വേണ്ടി ഇട്ട് കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതായത് നമ്മൾ സോക്ക് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനെ വേണ്ടിയിട്ടും സ്റ്റെയിനൊക്കെ മാറാൻ വേണ്ടിയുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ ആ ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഇങ്ങോട്ട് അത് ഊരിയെടുത്തിട്ട് കഴുകാൻ പറ്റും. പിന്നെ നോർമലി നമ്മൾ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിലും കുറേ അധികം ഫങ്ഷൻസ് ഉണ്ട്. കുറേ അധികം മോഡ്സ് ഉണ്ട്. ലൈക്ക് മിക്സ്ഡ് ലോഡ്, വുളൻ, പിന്നെ സിൽക്ക് മെറ്റീരിയൽ, ഷർട്ട്സ്, അങ്ങനെ കുറേ അധികം ഡിഫറെൻറ്റ് മോഡ്സിൽ ഇത് വർക്ക് ചെയ്യും. അപ്പം ഏത് മോഡാണ് എന്നനുസരിച്ചിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ റൈറ്റ് സൈഡിലും കുറേ അധികം ഫങ്ഷൻസ് ഉണ്ട്. ആൻറ്റി സ്റ്റെയിൻ, ആൻറ്റി റിങ്കിൾ, പിന്നെ സ്പീഡിൽ വാഷ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ RPM വരുന്നത് 1600 ആണ്. അതായത് നമുക്ക് അത്രയധികം ഡ്രൈ ആയി കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഈ ഒരു മോഡലിൽ പുതിയതായിട്ട് വന്നേക്കുന്നതാണ് ആൻറ്റി സ്റ്റെയിൻ. അപ്പം സ്റ്റെയിൻസൊക്കെ നല്ലപോലെ പോകുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ തുണികൾ ഓരോന്ന് ഇട്ട് കൊടുക്കുക ഡ്രമ്മിൽ. അതിന് ശേഷം നമ്മുടെ ലിക്വിഡ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മോഡ് സെലക്ട് ചെയ്യുക. പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ടെമ്പറേച്ചർ തീരെ കുറഞ്ഞ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തുണികളുടെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നേരെ തിരിച്ച് ടോപ്പ് ലോഡ് ആണെങ്കിൽ കൂടുതൽ ഡബിൾ ദ എമൗണ്ട് ഓഫ് വാട്ടർ എടുക്കും. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ ബോഷിൻ്റെ ഞാൻ അനലൈസ് ചെയ്തപ്പം അറിഞ്ഞത് വാഷിംഗ് മെഷീൻ വളരെ നല്ലതാണ്. അതുപോലെ എൻ്റെ എക്സ്പീരിയൻസിൽ ഇതിൻ്റെ വാഷിങ്ങും നല്ല പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചധികം എക്സ്പെൻസീവാണ്. അപ്പം നമ്മൾ വാറണ്ടി ഒക്കെ കറക്റ്റായിട്ട് സൂക്ഷിക്കണം. അതുപോലെ മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യുക, കേടാവാതെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഇതിൻ്റെ റിപ്പയർ സർവീസ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവാണ്, റീപ്ലേസ്മെൻറ്റും എല്ലാം എക്സ്പെൻസീവാണ്. പിന്നെ ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് വാറണ്ടിയും അത്യാവശ്യം എക്സ്പെൻസീവാണ്. പിന്നെ നമുക്ക് അതുപോലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ സ്പീഡ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലി ഇത് ടൈം ഡിറ്റക്റ്റ് ചെയ്താലും നമുക്ക് സ്പീഡ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അലക്കി തരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കറണ്ട് അപ്പം കൂടുതലായിരിക്കും. അതുപോലെ ആൻറ്റി റിങ്കിൾ, ആൻറ്റി ടാങ്കിൾ എന്നൊക്കെ പറഞ്ഞ മോഡ്സ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഓണാക്കാം, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആക്കാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന പ്രോഗ്രാംസ്. അപ്പോൾ ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്തിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ഒക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് വൈറ്റ്സ്, ഷർട്ട്സ്, ജീൻസ് അതെല്ലാം സെപ്പറേറ്റ് ആക്കിയൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡ്രയർ വരുന്നൊരു മോഡൽ ഉണ്ടായിരുന്നു. നല്ല മഴയുള്ള സമയത്ത് നമുക്ക് ഡ്രയർ വരുന്ന മോഡൽ യൂസ് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഒരു ഫീലിംഗ് വന്നിരുന്നു. പക്ഷേ മഴ കുറച്ച് നാളല്ലേ ഉള്ളൂ. പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവാണ് ഡ്രയറുള്ള മോഡലിന്. അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല. അതുപോലെ ഇതിൽ ആൻറ്റി സ്റ്റെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ഏത് കറ വീണാൽ, സ്പെസിഫിക്കായിട്ട് ഏത് കറ വീണാൽ, ചെളിയാണെങ്കിലോ അതുപോലെ ചായയുടെ കറയാണെങ്കിലോ അങ്ങനെ ഓരോന്നിനും പ്രത്യേകമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക്കലി ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ മിക്സ് ലോഡായിട്ട് ഉള്ളത് വരികയാണെങ്കിൽ ചില തുണികൾക്ക് അധികം ചൂട് കൊള്ളില്ല. അപ്പം നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് ലോവർ ചെയ്ത് കൊടുക്കും.
പിന്നെ സ്പിൻ സ്പീഡ് ഇതിൽ 1400 വരുന്നത്. അപ്പോൾ അപ്പോഴും വലിയുന്ന തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പിൻ സ്പീഡ് കുറച്ച് കൊടുക്കുകയായിരിക്കും നല്ലത്. പിന്നെ പ്രീ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഈ തുണികളെല്ലാം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷനാണ്. അത് സാധാരണ വെള്ളത്തിലും അതുപോലെ ചൂടുവെള്ളത്തിലും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. പിന്നെ തുണികളിടുമ്പോൾ നമ്മൾ എല്ലാം കൂടി കുത്തിക്കയറ്റി ഇടാതെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഫുൾ ലോഡ് ഇടാതെ ഒരു 10% സ്പേസ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം വാഷിങ്ങിൻ്റെ ക്വാളിറ്റി കൂടും. പിന്നെ താഴെ ഇതുപോലെ ഒരു ഓപ്പണിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ എന്തെങ്കിലും കോയിൻസോ എന്തെങ്കിലും കുടുങ്ങിക്കിടന്നാൽ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അതുപോലെ നമുക്ക് വെള്ളം എന്തെങ്കിലും കാരണവശാൽ ഇത് ലോക്കായിട്ട് കളയാൻ വേണ്ടിയുള്ള ഒരു ഔട്ട്ലെറ്റും ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഡ്രമ്മ് വാഷ് ചെയ്യുന്ന സമയത്ത് ലോക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് പിന്നീട് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കറണ്ട് പോയാൽ നമ്മുടെ ഡ്രം ബ്ലോക്കായിരിക്കും. അപ്പോൾ നമുക്ക് തുണി എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ കൂടെയാണ് വെള്ളം പുറത്തോട്ട് കളയുന്നതും. അതുപോലെ ഒരു നോബ്, അത് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രം ഡോറ് അൺലോക്ക് ആവുകയും ചെയ്യും. നമ്മൾ ഏതെങ്കിലും തുണി ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് വീണ്ടും ആ പോസ് ബട്ടണിൽ പ്രസ് ചെയ്യുക, വീണ്ടും തുണി ഇടുക, വീണ്ടും ക്ലോസ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് വാഷിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോഷ് വാഷിംഗ് മെഷീൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. ആരെങ്കിലും വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനൊക്കെ നോക്കുവാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഞാനും ഇതുപോലെ വേറൊരാളുടെ റെക്കമെൻഡേഷനിലാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയത്. വാഷിംഗ് ക്വാളിറ്റി എന്തായാലും നല്ലതാണ്. അപ്പം നല്ലപോലെ കെയർ ചെയ്ത് യൂസ് ചെയ്യുക. അതുപോലെ വാറണ്ടിയും എല്ലാം തന്നെ സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.